എൻ്റെ പേര് ഷിനി ബിജു. ഞാൻ എടത്തുവായിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകള്, ഇതെൻ്റെ അനിയത്തി. ഞാനിവിടെ കൂടെ വരാറുണ്ടായിരുന്നു. എൻ്റെ ആലയം സകല മർത്തരുടെയും പ്രാർത്ഥനാലയം എന്നരുളി ചെയ്ത ഈ ആലയത്തിലേക്ക് ഞാനൊരു സെപ്റ്റംബർ മാസം ഞാനിവിടെ ഒരു സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. അന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. എനിക്കൊരു വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ സാക്ഷ്യം പറഞ്ഞു. അച്ഛനെ കണ്ടു, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് കാശ് രൂപ തന്നു. അതെൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ പറഞ്ഞു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചതൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ അമ്മയോട് ഞാൻ പരാതി പറഞ്ഞിട്ട് പോയി. എനിക്കത് തന്നിട്ടും ഭവനം തന്നിട്ടും ഞാൻ അമ്മയോടൊരു പരാതിയാണ് പറഞ്ഞിട്ട് പോയത്. അമ്മ, എനിക്കൊരു സ്ഥിര വരുമാന ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡിനും ജോലിയില്ല, എനിക്കും ജോലിയില്ല. ഞാൻ അടങ്ങുന്ന എൻ്റെ കുടുംബം 2 മക്കളും ജീവിത പങ്കാളിയും ഞാനും അടങ്ങുന്ന കുടുംബമാണ്. അങ്ങനെ ഞാൻ പ്രയാസപ്പെട്ട, ജോലി ഇല്ലാത്തതിനാൽ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ആ സമയത്തൊക്കെ വിദേശത്ത് പോകാനായിട്ടൊക്കെ 3 പ്രാവശ്യം ഞാൻ VFS ഓഫീസിൽ പോവുകയും അത് റിജക്ഷൻ ആകുകയും ഏജ് ഓവർ ആയെന്ന് പറഞ്ഞുകൊണ്ട് അത് റിജക്ഷൻ ആക്കി വിടുകയും ചെയ്തു. അന്നൊക്കെ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ പ്രായം കഴിഞ്ഞു പോയി, എങ്കിലും അമ്മ വിചാരിച്ചാൽ അതൊന്നും പ്രായമൊന്നും ഒരു സാരവുമല്ല, എങ്കിലും അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അമ്മയുടെ ഒരു തുള്ളി ഹോർമോൺ എൻ്റെ ശരീരത്തിലൊന്ന് വീഴ്ത്തി തന്നാൽ മതി, ഞാൻ പൂർണ്ണമായിട്ടും എല്ലാവിധത്തിലും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാനിങ്ങനെ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ റിജക്ഷൻ ആയി കഴിഞ്ഞപ്പം ഞാൻ പിന്നെ വിദേശയാത്രയെപ്പറ്റി ഞാൻ ചിന്തിക്കാറേ ഇല്ല. അത് വേണ്ട, എനിക്ക് എവിടെയെങ്കിലും ഈ ദേശത്ത് എവിടെയെങ്കിലും ഒരു ജോലി തന്നാൽ മതി. ഞാൻ പല ഹോസ്പിറ്റലുകളിൽ ചോദിച്ചു. ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പല ഹോസ്പിറ്റലുകളിലും ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഏജ് ഓവറായി, അതുകൊണ്ട് ഇനിയും ജോലിക്കെടുക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നിരാശപ്പെട്ടിരുന്നു. എന്നാൽ പിന്നെ എനിക്കായിട്ട് എന്തെങ്കിലും ഒരു സ്ഥിര വരുമാന ജോലി അമ്മ തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊരിക്കൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കേണ്ട സമയമായി. 7ാമത്തെ ഉടമ്പടി പുതുക്കി. 7ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴും ഈ നിയോഗം തന്നെ അമ്മയോട് വെച്ചു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഇളയ സിസ്റ്ററിൻലോ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി, കുവൈറ്റിലൊരു വേക്കൻസി ഉണ്ട്, ചേച്ചിക്ക് വരാൻ താല്പര്യമാണെങ്കിൽ അതൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഈ 3 പ്രാവശ്യം റിജക്ഷനായി, ഇത് 4ാമത്തെയാണ്, എന്താവുമെന്ന് അറിയില്ല, എങ്കിലും ഞാൻ അങ്ങ് വെച്ചു. എൻ്റെ പാസ്പോർട്ടൊക്കെ ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, ചേച്ചി പോകണം, പാസ്പോർട്ട് ഓഫീസിൽ പോകണം, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ പേര് റോസമ്മ ആൻ്റണി എന്നാണ് ഒഫീഷ്യൽ നെയിം. അപ്പോൾ റോസമ്മ ആൻ്റണി എൻ്റെ ഫാദറിൻ്റെ പേരാണ് ആൻ്റണി. മാരീഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് റോസമ്മ മത്തായി ആയി. അപ്പോൾ അവിടെ പേരിന് ഇഷ്യൂ ആയി. അങ്ങനെ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ ആദ്യം കയറി ചെല്ലുമ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയി, അമ്മേ, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോവുക, അമ്മ എനിക്ക് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തിച്ചു കൊള്ളണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പച്ചയോ നീലയോ ഡ്രസ്സിട്ട് ആരെങ്കിലും ഒരാളെ എനിക്കവിടെ കാണിച്ചു തരണം. അപ്പോൾ ഞാൻ വിശ്വസിക്കും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ എൻട്രി ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആരെയും കാണുന്നില്ല. എല്ലാവരും യൂണിഫോം ധരിച്ച ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ചു, എൻ്റെ പ്രാർത്ഥന ഫലിച്ചിട്ടില്ല, അമ്മ എൻ്റെ പ്രാർത്ഥന ഒന്നും കേട്ടിട്ടില്ല, അമ്മയില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം ചെന്ന് എൻ്റെ പാസ്പോർട്ട് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ ആദ്യം തന്നെ ആ സാറ് പറഞ്ഞു, നെയിം ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞു. നെയിം ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞുകൊണ്ട് അതെൻ്റെ തള്ളി മാറ്റി വെച്ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അതും കൊണ്ട് ഓരോ കൗണ്ടറിലും ചെല്ലുമ്പോഴത്തേക്കും അവരൊക്കെ പറയുന്നു, ഈ പേരിന് പ്രശ്നമാണല്ലോ, ഇത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കൗണ്ടറിലും കഴിഞ്ഞു പോയി ഇരിക്കുമ്പോഴത്തേക്ക് അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ഞാൻ എന്നപ്പോഴത്തേക്ക് 11 മണിയാകുമ്പോൾ അച്ഛൻ്റെ ധ്യാനപ്രസംഗമുണ്ട്, അത് കൂടണം, അതിനു മുമ്പായിട്ട് എനിക്ക് പുറത്തിറങ്ങിയാൽ അത്രയും നന്ന് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അന്നപ്പോഴും എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു, 11 മണിയാകുമ്പോൾ നിൻ്റെ കാര്യം ഓക്കെ ആകും, നീ വെയിറ്റ് ചെയ്യേ, 11 മണിയാകുമ്പോൾ ആകുമെന്ന്. അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ഫോണ് ഞാൻ ഓണാക്കി അച്ഛൻ്റെ ധ്യാനപ്രസംഗം തീരെ സൗണ്ട് കുറച്ച് ഞാൻ പതുക്കെ ചെവിയിൽ ഇങ്ങനെ വെച്ച് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പോയി അവിടോട്ട് ചെന്ന് ആദ്യമേ ഞാൻ ഈ 3 കൗണ്ടറും 4 കൗണ്ടറും കഴിഞ്ഞു. ലാസ്റ്റ് എൻ്റെ എഗ്രി ചെയ്യുന്ന അവിടേക്ക് ചെല്ലാൻ സമയത്ത് അച്ഛൻ്റെ ധ്യാനപ്രസംഗം കൂടുകയും ഞാൻ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു നീല ഡ്രസ്സ് ധരിച്ച ഒരു മേഡം
എനിക്കറിയില്ല എത്ര എനിക്ക് സന്തോഷമെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ മേല. നീല ഡ്രസ്സും ഷാളും ധരിച്ച് ഒരു മേഡം അവിടെ ഇരിക്കുന്നു. അതൊത്തിരി നല്ല സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും ചിരിച്ചുകൊണ്ട് വർത്താനം പറയുന്ന ആ മേഡം പറഞ്ഞു, മോളെ ഇതെനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ഇതിപ്പം നെയിം ഡിഫിക്കൽട്ടാണല്ലോ കാണിക്കുന്നത്. ഇതിനന്നപ്പം മോളൊരു കാര്യം ചെയ്യാൻ പോയിട്ട് ബാങ്കിൽ പോയി ഏതെങ്കിലും ഒരു റോസമ്മ ആൻ്റണിയുടെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം റോസമ്മ മത്തായിലാക്കി വെച്ചിരിക്കുക, അതുകൊണ്ട് ഇനി എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല. ബാങ്കിൽ ഞാൻ ഇന്നിപ്പോൾ വിളിച്ചു ചോദിച്ചു. അപ്പം ഒരു പ്രാവശ്യം മേഡം എന്നെ പറഞ്ഞ് പുറത്ത് വിട്ടു. ഞാൻ ഇങ്ങനെ ഇറങ്ങി പുറത്ത് പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ബാങ്കിൽ പോയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ശകലം ദേഷ്യക്കാരനായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തോ ഈ പറയുന്നത്? ഇപ്പം നമ്മൾ ബാങ്കുകാരോട് പറഞ്ഞ ഇത്രയും കോടികളുടെ അവർ കൈകാര്യം ചെയ്യുന്ന അവർ നിനക്കിതാ ഉടനെ അങ്ങ് മാറ്റിത്തരുമോ, എന്തോ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടു. അപ്പം ഞാൻ തിരിച്ച് ചെന്നിട്ട് ഞാൻ മേഡത്തിനോട് പറഞ്ഞു, മേഡം ഞാൻ ബാങ്കിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചെയ്തു തരാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. പക്ഷെ മേഡം എന്നിട്ടും എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യുക, ഇച്ചിരി നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വെയിറ്റ് ചെയ്തിരിക്കുക, അന്നപ്പോൾ എനിക്ക് ധ്യാനപ്രസംഗവും കൂടാവല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ജോസഫച്ചൻ പറയുന്നുണ്ട്, നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടാകുമെന്ന് അവിടെ ഇങ്ങനെ പറയുന്നതായിട്ട് ഞാനിങ്ങനെ ആ ധ്യാനപ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിത് ഉറപ്പായിട്ടും കിട്ടുമെന്ന്. എന്നിട്ട് ഞാൻ എന്നടുത്ത് എനിക്ക് ഇങ്ങനെ തടസ്സം വന്ന് നിൽക്കുന്നത് കാരണം ഞാൻ ബാത്റൂമിൽ പോയി ഒന്ന് ഫേസ് കഴുകണമെന്ന് തോന്നി. ഞാൻ ഒന്ന് മുഖം കഴുകാനായിട്ട് ചെന്നു. എൻ്റെ കൈ നനച്ചിട്ട് എൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി ഉപ്പായിരുന്നിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി ഉപ്പ് ഇവിടെ വിതറുന്നതിനേക്കാട്ടും നല്ലത് കയ്യിൽ ശാലം വെള്ളമെടുത്ത് അത് ലിക്വിഡ് ആക്കിയിട്ട് അതിങ്ങനെ അങ്ങ് തളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എന്നെ അടുത്ത് അത് ശകലം ഉപ്പെടുത്ത് കയ്യിലെടുത്തു. എന്നിട്ട് ഞാൻ അതിങ്ങനെ ആ മേഡത്തിൻ്റെ ഓഫീസിലോട്ട് ഇങ്ങനെ ആനാമ്പള്ളം തളിക്കുന്ന പോലെ ഞാൻ അങ്ങ് തളിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അവിടെ ഇരുന്ന് ആ ഉപ്പ് തളിച്ചതിന് ശേഷം എന്നെ മേഡം വിളിച്ചിട്ട് പറഞ്ഞു, റോസമ്മ ഇങ്ങ് വന്നേ. എന്നിട്ട് ഞാൻ കയറി ചെന്നപ്പോൾ പറഞ്ഞു, ഞാനിവിടെ നിന്ന് ഇത് എഗ്രിയാക്കി വിടാം, പക്ഷേ ഇത് പോലീസ് ഓഫീസർമാരുടെ കയ്യിൽ കിട്ടിയാൽ എന്താകുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആദ്യം നെയിം ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞ ആ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ, അത് ഓഫീസർമാർ നോക്കിക്കോളും, നമുക്കിതങ്ങ് സാങ്ഷനാക്കി വിടാമെന്ന് പറഞ്ഞുകൊണ്ട് മേഡം അത് എഗ്രിയാക്കി വിട്ടു. അതെനിക്ക് അവിടെ ഞാൻ ഉപ്പ് ലിക്വിഡാക്കി ആനാമ്പള്ളം തളിക്കുന്നത് പോലെ ഞാനിവിടെ തളിച്ചതിന് ശേഷം ഉണ്ടായ ഒരനുഭവ സാക്ഷ്യമാണ് എനിക്കിത്. അതിനുശേഷം ഓഫീസ് പോലീസ് വെരിഫിക്കേഷന് വരുമ്പോഴും ഇതുപോലെ തന്നെ പ്രശ്നമാവുമല്ലോ. അന്നപ്പം എന്നോട് മേഡം പറഞ്ഞു, ഇപ്പം തന്നെ പോയി ആലപ്പുഴ പോലീസ് ഓഫീസ് അവിടെ പോയി ഒന്ന് സംസാരിച്ചേക്കാൻ പറഞ്ഞു. ഞാനവിടെ സംസാരിക്കാൻ പോകാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ, എടി നിൻ്റെ സഹോദരൻ അവിടെ ഉണ്ടല്ലോ, നീ സഹോദരനോട് സംസാരിക്കുക എന്ന്. അപ്പം ഞാൻ എൻ്റെ പേരപ്പൻ്റെ ഭാര്യ ആൻറ്റി വീണു, കാലൊടിഞ്ഞ് ആൻറ്റിയെ ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ അവിടെ പോകുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ ആൻറ്റിയുടെ മരുമകളുടെ ആങ്ങള ഇവിടെ ആലപ്പുഴയിലെ പോലീസുകാരനാണ്. അപ്പം ഞാൻ ആ ബൈജു സാറിന് വിളിച്ച് പറഞ്ഞു, സാറേ ഇങ്ങനെ എനിക്കൊരു നെയിം ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്, അവരിവിടുന്ന് സാങ്ഷൻ ആയിട്ടുണ്ട്, അത് പോലീസുകാരുടെ കയ്യിൽ വരുമ്പോഴത്തേക്ക് അതിന് പ്രശ്നം വല്ലതും ആകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അത് കുഴപ്പമില്ലാതെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നു. ഇന്ന് വരെ എനിക്കൊരു കുഴപ്പവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടി. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഇപ്പോൾ ഈ കുവൈറ്റിലേക്കാണ് ഞാൻ പോകാനായിട്ടിരിക്കുന്നത്. ആ കുവൈറ്റിലേക്ക് പോകുന്നതിന് അവിടുത്തെ സാറ്റലൈറ്റ് എല്ലാം പോയി കിടക്കുന്ന എയർപോർട്ടിൽ ഒന്നും പ്ലെയിൻ ഇറങ്ങുന്നില്ല. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്കൊരു പ്രയാസം തോന്നിയില്ല, കാരണം ഇതെൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നതാണെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അമ്മ തക്ക സമയത്ത് അവിടെ നിന്ന് ഇടപെട്ടുകൊള്ളും. അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഞാൻ അമ്മയുടെ സന്നിധിയിലും എൻ്റെ യേശുവിൻ്റെ സന്നിധിയിലും എളിമപ്പെട്ടിരിക്കുക. അവിടെ നിന്നെല്ലാം നോക്കിക്കോളൂ, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂന്ന് അവിടെ നിന്ന് ഞാൻ വിശ്വസിച്ചു. കൂടാതെ എൻ്റെ കർത്താവിനോട് ഞാൻ പറയുമായിരുന്നു, കർത്താവിൻ്റെ
ഞാൻ പറയുന്നത് ഒന്ന് മാത്രം, ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ഉരുവിടുമായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നവരെ ആരെയും അവിടുന്ന് ഉപേക്ഷിക്കത്തില്ല. ആദ്യം മുതൽ അവസാനം വരെ വരുന്നവർക്ക് ഒരേപോലെ ധനാറ കൊടുത്ത് അനുഗ്രഹിച്ച കർത്താവ്, ഒരു മുഖഭാവവും നോക്കാതെ കൊടുക്കുന്ന കർത്താവല്ലേ, അതെനിക്ക് തരും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ടിക്കറ്റിന് ഞാൻ പലയിടത്തും അപ്ലൈ ചെയ്തു. സൗദി വഴി പോകണം, അതിനൊക്കെ 1,00,000 രൂപ ചിലവാണ്. സാമ്പത്തികമായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയം. അങ്ങനെയൊക്കെ ഇരിക്കുന്നതിനാൽ എനിക്കത് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ അമ്മ മാതാവിൻ്റെ എൻ്റെ ഒരു ഫോട്ടോയുണ്ട്. അമ്മയുടെ സന്നിധിയിൽ ചെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു, അമ്മേ എന്താ അമ്മേ, എല്ലായിടത്തും എല്ലാം പ്രശ്നങ്ങളാണല്ലോ, ഇനി എന്താ ഞാൻ പോകണ്ടെന്നാണോ അമ്മയുടെ വിചാരം? മെയ് 13 ആകുമ്പോൾ എൻ്റെ വിസയുടെ കാലാവധിയും തീരും, എന്തായാലും അമ്മയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ കൊടുത്ത ഏജൻസിയിൽ ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് ടിക്കറ്റ് ശരിയാക്കി തന്നു. 27-ാം തീയതി രാവിലെ 11 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ട്രിവാൻഡ്രത്തുനിന്ന് എനിക്ക് 6:30 ഫ്ലൈറ്റാണ്. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം അമ്മ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമതായി, ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും തേനുമൊക്കെ എപ്പോഴും ഞാൻ ഉപയോഗിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ അതൊക്കെയാണ് അവർക്ക് പുരട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ മകൻ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഞാൻ പറയും, തേൻ കഴിക്കുമ്പോൾ എല്ലാ രോഗവും മാറും. പക്ഷെ അവരെന്നെ കളിയാക്കും, അമ്മയ്ക്ക് എന്താ ഇതൊക്കെയാണോ മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ കളിയാക്കും. എങ്കിലും അതിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ അവർ പറയും, ആ അമ്മ പറഞ്ഞ ശരിയാ എന്ന് പറഞ്ഞ് അവരത് കഴിക്കുകയും ചെയ്യും. വിശ്വാസത്തോടു കൂടി ഞാൻ പ്രഭാത പ്രാർത്ഥനയിലും മക്കളോട് പറയും, മക്കൾ പ്രാർത്ഥിക്കും. മകളാണേലും എപ്പോഴും പ്രാർത്ഥിക്കും. മകനാണെങ്കിൽ ആ പ്രഭാത പ്രാർത്ഥനയിലൊന്നും ഇരിക്കത്തില്ല, പക്ഷേ സന്ധ്യാപ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കൂടെ ഇരിക്കുകയും അവനാണ് തിരി കത്തിക്കുന്നത്. പച്ചത്തിരി കത്തിക്കുന്നത് അവനാണ് ഇത് കത്തിക്കുന്നത്, വേറെ ആരും അത് കത്തിക്കത്തില്ല. അവനെക്കൊണ്ട് തന്നെയാണ് ഞാനത് കത്തിക്കുന്നത്. അങ്ങനെ കത്തിച്ച് അതും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല. ഏത് സ്ഥലത്ത് പോയിട്ട് വന്നാലും എൻ്റെ പ്രാർത്ഥന ഞാൻ മുടക്കാൻ സമ്മതിച്ചിട്ടില്ല. അതൊരു സമയം ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ദിവ്യബലി, എൻ്റെ ദിവ്യബലിയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ദിവ്യബലി പോലും മുടക്കില്ല. അത് ഞാൻ കത്തോലിക്ക വിശ്വാസത്തിൽ ജനിച്ചു വളർന്നു. എന്നെ കെട്ടിച്ചത് ഓർത്തഡോക്സ് വിശ്വാസത്തിലാണ്. പക്ഷേ ഇടക്കാലം കൊണ്ട് എൻ്റെ കാലിന് വേദന വന്നു. ഞാൻ ആ പള്ളിയിൽ പോക്ക് ചില സമയങ്ങളിൽ എൻ്റെ ഓർത്തഡോക്സ് പള്ളിയിൽ പോകാതെ കത്തോലിക്ക പള്ളിയിൽ പോകും. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഞാൻ വെള്ളിയാഴ്ച ദിവസം കുർബാനയിൽ നിൽക്കുമ്പോൾ അവിടെ ചാപ്പലിൽ കുർബാന ആരാധനയൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാൻ പള്ളിയിൽ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ ഈ തിരുശരീര രക്തം ഞാൻ ഭക്ഷിക്കാനായിട്ട് ഒരുങ്ങുക. അത് ഞാൻ ഭയങ്കര ഭക്തിയോടുകൂടി മാത്രമേ പോകത്തുള്ളൂ. വെള്ളം പോലും ചില സമയം വെള്ളം മാത്രം കുടിച്ചേ ഞാൻ പോകത്തുള്ളൂ, അല്ല ഭക്ഷണം കഴിച്ചൊന്നും ഞാൻ കുർബാന അനുഭവിക്കത്തില്ല. അതെനിക്കിഷ്ടവുമല്ല. ഉപവാസത്തോടു കൂടി തന്നെയാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ തിരുശരീരം ഭക്ഷിക്കത്തുള്ളൂ. ഞാൻ ആ തിരുശരീര രക്തം എൻ്റെ വായിലേക്ക് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പാ, ഞാനിവിടെ കുർബാന ഭക്ഷിക്കാൻ വന്നിരിക്കുന്നു. ഇതിലെൻ്റെ അപ്പനുണ്ടെന്നുള്ളതിൻ്റെ ഒരു അടയാളമായി എൻ്റെ കൂടെ എനിക്കൊരടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. എൻ്റെ ഈശോയുടെ തിരുശരീര രക്തം ഭക്ഷിക്കാനായിട്ട് ഞാൻ മുന്നോട്ട് വന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നതിന് മുമ്പ് എനിക്കൊരു സുഗന്ധാഭിഷേകം തന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അത് ഞാൻ ചുമ്മാതെ നിന്ന് വായിൽ മേടിക്കുകയൊന്നുമല്ല, ഞാൻ ശരിക്കും കുരിശ് വരച്ച് മാത്രമേ ഞാൻ എൻ്റെ തിരുശരീര രക്തം എൻ്റെ വായിൽ ഭക്ഷിക്കുകയുള്ളൂ. അത് ഭക്ഷിച്ചു. ഞാനത് വായിലേക്ക് എടുത്തപ്പോൾ ഞാൻ എൻ്റെ നാക്ക് നീട്ടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ ഞാനിത് ഭക്ഷിക്കുക, എൻ്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം തരണം. ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. എൻ്റെ അപ്പനെ ഭക്ഷിക്കുന്നതാണ് എനിക്കുള്ള മരുന്ന്. ഞാനൊരു മരുന്നും, പ്രിയമുള്ളവരെ, ഞാൻ അധികമായിട്ടൊന്നും കഴിക്കാറില്ല. ഞാൻ കഴിക്കുന്ന തൈറോയിഡിൻ്റെ ഒരു ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് വലിയ കൂടുതലൊന്നുമില്ല, എങ്കിലും അത് കഴിക്കണമെന്ന് പറയുന്നത് കൊണ്ട് ഒന്നിക്കൊന്നരാടമൊക്കെ ഞാൻ കഴിക്കുമെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കർത്താവ് എനിക്കൊരു രോഗവും എൻ്റെ ഈ സമയം വരെയും എൻ്റെ തമ്പുരാൻ തന്നിട്ടില്ല. പിന്നെ എൻ്റെ കാലിൻ്റെ വേദന വന്നു. കാലിൻ്റെ വേദന വന്നപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രഭാത പ്രാർത്ഥനയിലെ നമ്മളുടെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ കാലിൻ്റെ മുട്ടിന് താഴോട്ട് വേദനയുള്ള സഹോദരങ്ങളെ
കർത്താവ് തൊടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ അമ്മേ, ഞാൻ അവിടെ നിന്നുണ്ട് വലിയ വായിൽ പൊട്ടി അങ്ങ് കരഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ വേദനയാണല്ലോ, അച്ഛൻ പറഞ്ഞത് അത് ഞാനായിരിക്കണം ഒരാളെന്ന് വിചാരിച്ചു. ഞാൻ എന്നിട്ട് അത് വിശ്വാസത്തോടു കൂടി തൈലമെടുത്ത് എൻ്റെ കാലിൽ തേച്ചു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ രാത്രിയിൽ എഴുന്നേറ്റാൽ താഴോട്ട് കാല് കുത്തണമെങ്കിൽ ഞാൻ ഈ കള്ളുകുടിയന്മാരെങ്ങനെ കറങ്ങി നടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കറക്കമാണ് ഞാൻ കറങ്ങിക്കൊണ്ടിരുന്നത്. അച്ഛൻ പറഞ്ഞതിന് ശേഷം ഇന്ന് വരെ എനിക്ക് ആ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് അതിവേദനയൊന്നുമില്ല. അങ്ങനെ എൻ്റെ കാര്യവും എൻ്റെ കർത്താവ് പരിശുദ്ധ തൈലം തേച്ചും ഉപ്പ് കഴിച്ചും തേൻ കഴിച്ചുമൊക്കെ എനിക്ക് അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. അതിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. വീണ്ടും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന, കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുന്നത്, പത്രം കൊണ്ടുപോയിട്ട് ഞാനത് വെച്ചിട്ട് ആദ്യമൊക്കെ പള്ളികളിലുമൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ പത്രം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറയും, അമ്മ, ഇത് ആരുടെ കൈകളിൽ കൊടുക്കണം എന്നുള്ളത് അമ്മ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മ ഞാൻ ഇഡലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിക്കൊണ്ട് ഈ പത്രവുമായിട്ട് പുഷ്പേരി ആശുപത്രി ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് പോയി അത് അവർക്കെല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ഈ പത്രം കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ പത്രം നിങ്ങൾ വായിക്കാതെ എടുത്തും ചുരുട്ടി അവിടെ വെക്കുകയൊന്നും ചെയ്യല്ലേ, നിങ്ങളുടെ പ്രയാസം എന്താണോ അത് വെച്ച് പ്രാർത്ഥിച്ച് ഇതൊന്ന് വായിക്കണം എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. അത് ഞാൻ പ്രാർത്ഥിച്ചേ കൊടുക്കാറുള്ളൂ. അങ്ങനെയും ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തി ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അത് അങ്ങനെ അർഹതപ്പെട്ടവരാണെന്ന് കണ്ടാൽ ഞാൻ അവർക്ക് എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ അവരെ സഹായിക്കുകയും ചെയ്യും. പൈസയായിട്ടും സാരിയൊക്കെ ആണെങ്കിലും ആര് വന്ന് ചോദിച്ചാലും സാരി കൊടുക്കും, ഡ്രസ്സ് വന്ന് ചോദിച്ചാൽ ഡ്രസ്സ് കൊടുക്കും. മക്കളുടെ ഡ്രസ്സാണേലും ഇരിക്കുന്നത് ആരെങ്കിലും വന്ന് ചോദിക്കുക, മക്കൾക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞാൽ അവർക്കും ഞാൻ എടുത്ത് കൊടുക്കും. അതിനൊക്കെ എൻ്റെ മക്കൾ പറയും, അമ്മ, എൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് അവർക്കൊക്കെ കൊടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. ഞാൻ പറയും, മോനെ, നിൻ്റെ രണ്ടുള്ളവനൊന്നില്ലാത്തവന് കൊടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ ചെയ്യണം മോൻ എന്നപ്പോൾ ഇതിലും കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് അവരെ ഞാൻ ആ ധൈര്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38-39 തിരുവചനങ്ങൾ. യേശു അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. ഷിനി ബിജു എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, എത്ര തന്നെ അനുഗ്രഹം നൽകിയാലും മകൾ ഒരു പരാതി പെട്ടിയുമായിട്ടാണ് എപ്പോഴും. എനിക്കത് തന്നില്ലല്ലോ, എനിക്കത് ലഭിച്ചില്ലല്ലോ എന്നുള്ള ഒരു വലിയ സങ്കടമാണ് എപ്പോഴും. പക്ഷേ ഞാൻ എന്തുമാത്രം ഈശോയ്ക്ക് കൊടുത്തു എന്ന് ചിന്തിക്കുവാൻ സമയമെടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായി നൽകാൻ സാധിച്ചില്ലെങ്കിലും എപ്പോഴും നന്ദി പറഞ്ഞ് ജീവിക്കാനുള്ള ഒരു വലിയ കൃപയാണ് ഷിനിക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ജീവിതഭാരം നൽകി ജീവിതഭാരം ലഘൂകരിച്ച ഒരു സാക്ഷ്യമാണിത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ ഏജ് ഓവറായിട്ടും ഈ മകൾക്ക് വിദേശത്ത് പോകാനുള്ള ഒരു വലിയ സാധ്യതയുടെ വഴി അമ്മ തുറന്നു കൊടുക്കുകയും മകൾക്ക് വിദേശത്ത് പോകാനുള്ള വലിയ അനുഗ്രഹം നൽകിയതിനുമാണ് ഈ മകൾ സാക്ഷ്യം പറയുന്നത്. അതുപോലെ തന്നെ പാസ്പോർട്ടിലുള്ള കറക്ഷനെ കുറിച്ച് മകൾ ഏറ്റു പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആ പ്രബോധനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നിൻ്റെ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടാകും. അച്ഛൻ നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളെപ്പോഴും എല്ലാ ചൊവ്വാഴ്ചകളിലും ഓൺലൈനായി ഈ ധ്യാനം കൂടിയിരിക്കണം. ധ്യാനം കൂടുമ്പോൾ നമ്മുടെ പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുന്നത്. കാരണം അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അല്ല അത് പറയുന്നത്. ഈജിപ്തിൽ വെച്ച് പരിശുദ്ധ അമ്മ അച്ഛൻ്റെ നാവിനെയും സംസാരത്തെയും ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകിയ ഒരു പ്രത്യക്ഷം അച്ഛനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ്റെ ഈ പ്രബോധനങ്ങളിലെല്ലാം നമുക്കാവശ്യമായ സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മകളുടെ ജീവിതത്തിലും പാസ്പോർട്ടിലുള്ള ആ പേരിൻ്റെ കറക്ഷൻ എവിടം വരെ എത്തിയെങ്കിലും ഇന്ന് മകൾക്ക് വിസയുമായി വിദേശത്ത് പോകാനുള്ള സാധ്യത ഒരുക്കിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവുമാണെന്ന് ഏറ്റുപറയുകയാണ്.
ഓരോ സമയത്തും വചനത്തിൽ അടിയുറച്ചൊരു വിശ്വാസം ഈ മകൾക്കുണ്ട്. ഹസ്ബൻഡ് വഴക്ക് പറയുകയാണ്, കാരണം ബാങ്കിൽ ഇത്രമാത്രം ജോലിയും കോടികളുടെ കണക്കുകളും ഉള്ളപ്പോൾ നിൻ്റെ ഒരു ചെറിയ പേര് നൽകാനോ അല്ലെങ്കിൽ അതിലൊരു കാര്യം നൽകാനോ അല്ല അവർക്ക് സമയം. പക്ഷേ അത് അമ്മയാണ് നമുക്ക് വേണ്ടി ഈശോയിൽ നിന്ന് നേടിത്തരുന്നതെന്ന് ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകാം. ജീവിത പ്രശ്നങ്ങൾ എത്ര തന്നെ വലുതായാലും അത് ഈശോയ്ക്ക് വളരെ തുലവും നിസ്സാരമാണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുകയാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴായാലും ഈ മകൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹം, ഈശോയുടെ ദിവ്യശരീരം എങ്ങനെ ഭക്ഷിക്കണം, വളരെ ആത്മാർത്ഥതയോടെ വളരെ ആർത്തിയോടെ ഈശോയെ സ്വീകരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യമെന്ന് ഈ മകൾക്ക് ഏറ്റുപറയാൻ മാത്രം ഉടമ്പടിയിൽ വളരുകയും വിശ്വസ്തത പാലിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കെല്ലാവർക്കും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം, ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കാം. ഈശോയെ സ്നേഹിക്കുന്നതിൽ നിന്ന് നമുക്കൊരിക്കലും ഒരു സ്റ്റെപ്പ് പോലും പിന്നോട്ട് വെക്കരുതെന്നാണ് ഷിനിയുടെ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഷിനിയുടെ സാക്ഷ്യത്തിനായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.